ചേർന്ന മണ്ണിൽ കൂട്ടുചേർന്ന പെണ്ണിവൾ കണ്ണിവൾ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളിതാ ഈ സ്റ്റെപ്പിൽ കൊണ്ടുവന്നാണ് നിർത്തിയത് അല്ലേ, ഈ സ്റ്റെപ്പിൽ. അപ്പോൾ ഇനി നമുക്ക് ബാക്കി നോക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. ഇതെങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം കാല് അരമണ്ഡലത്തിൽ വെക്കുക, എന്നിട്ട് റൈറ്റ് സൈഡിലേക്ക്, പിന്നെ ലെഫ്റ്റ് പൊന്തിച്ച് വെക്കും, പിന്നെ അപ്പുറത്തേക്ക് പോകുമ്പോൾ നേരെ തിരിച്ച്. ഓക്കെ, ആദ്യം റൈറ്റ് ഒരു സ്റ്റെപ്പ് വെക്കുക, ലെഫ്റ്റ് ഇങ്ങനെ പൊന്തിച്ച് വെക്കുക, ലെഫ്റ്റ് ഒരു സ്റ്റെപ്പ് വെക്കുക, റൈറ്റ് ഇങ്ങനെ പൊന്തിച്ച് വെക്കുക. ഓക്കെ, ഇനി കൈ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ മുദ്രകളിലാണ് കൈ പോവുക. ഓക്കെ, റൈറ്റ് തിരിച്ച് ചെസ്റ്റിൻ്റെ ഭാഗത്ത് എത്തിയിട്ട് നമ്മൾ ലെഫ്റ്റ് എടുക്കുകയുള്ളൂ കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് ചെയ്യാം. 1 and 2. ഒന്നും കൂടി ചെയ്ത് നോക്കാം. 5 6 7 8. 1 and 2. ഇനി നെക്സ്റ്റ് ടേൺ ചെയ്തതാ ഇതുപോലെ വെക്കും. ഓക്കെ, നിങ്ങളും ഒന്ന് ടേൺ ചെയ്ത് വെക്കണം, എന്നാലേ സൈഡ്സ് ശരിയാവുള്ളൂ. കൈ ലെഫ്റ്റ് ഇങ്ങനെയും റൈറ്റ് ഇതുപോലെ പൊന്തിച്ച് വെക്കാം. ഓക്കെ, ഈ സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് ലെഫ്റ്റ് നേരെ താഴത്തേക്കിടുക, റൈറ്റ് ചെസ്റ്റിന് ഫ്രണ്ടിൽ നിന്ന് നേരെ അങ്ങോട്ട് പൊന്തിച്ച് വെക്കാം, ഇതുപോലെ. ഓക്കെ, അപ്പോൾ അത് ചെയ്യുന്നതിൻ്റെ കൂടെ നമ്മൾ ടേണും കൂടി ചെയ്യണം, ഇങ്ങനെ. എന്നിട്ട് നമ്മളുടെ കാല് ഇതുപോലെ വരും. ആ ടേൺ ചെയ്ത് വന്നിട്ട് കാല് ഇതുപോലെ വേണം വെക്കാൻ, ലെഫ്റ്റ് പുറത്തോട്ടായിട്ട് കേട്ടോ. ഓക്കെ, ഒന്നും കൂടി നമുക്ക് ചെയ്ത് നോക്കാം. 1 2 3 4. ഓക്കെ, അത് കഴിഞ്ഞിട്ട് 5 6 7 8 ഇങ്ങനെ തിരിഞ്ഞ് വരിക. ഓക്കെ, അപ്പോൾ അത് കൈ ഇതുപോലെ ലെഫ്റ്റ് ഇങ്ങനെ, റൈറ്റ് ലെഫ്റ്റിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വെക്കാം. ഓക്കെ, മുദ്രാസ് ഞാൻ കൊടുക്കാം. ഒന്നില്ലെങ്കിൽ നേരെ കൈ വെക്കുക, അല്ലെങ്കിൽ മറ്റു ലെഫ്റ്റ് കൈ അളപ്പത്മേൽ വെക്കുക. ഓക്കെ, നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ടേൺ ചെയ്ത് വന്നിട്ട് 1 2. ഓക്കെ, അതെങ്ങനെയാണെന്ന് വെച്ചാൽ ടേൺ ചെയ്ത് വന്ന ശേഷം റൈറ്റ് ഇങ്ങനെ പുറത്തേക്ക് വെക്കുക, പിന്നെ ലെഫ്റ്റിൻ്റെ ബാക്കിൽ വെക്കുക. ഇങ്ങനെ ടേൺ ചെയ്യുക, എന്നിട്ട് ഒന്നും കൂടി കാണിക്കാം കേട്ടോ. ടേൺ ചെയ്യുന്നത് കണ്ടില്ലേ, ഇതുപോലെ ടേൺ ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ ലെഫ്റ്റ് ഫ്രണ്ടിൽ വരും, പിന്നെ റൈറ്റ് സൈഡിലേക്ക് ബാക്കിലേക്ക്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന കൈ ഇതിൽ വെക്കുക, ടേൺ ചെയ്യുക. 1 2. അപ്പോൾ കൈയും തലയും അതിൻ്റെ കൂടെ ഒന്ന് അനക്കണം. ഓക്കെ, ഒന്നും കൂടി ചെയ്യാം ഇവിടെ തൊട്ട് കേട്ടോ. 5 6 7 8. 1 2 3 4 5 6 7 8. കിട്ടിയില്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ആകാശം, ഈ സ്റ്റെപ്പാണ്. ഓക്കെ, അപ്പോൾ അതിന് ആദ്യം ഒരു സ്റ്റെപ്പ് ബാക്കിലേക്ക് എടുക്കുക, പിന്നെ കൈ രണ്ടും ഇങ്ങനെ മുകളിലോട്ട് പൊന്തിക്കുക. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വേസ്റ്റിൻ്റെ അവിടെ നിന്ന് കൈ മുകളിലോട്ട് വെക്കുക, അല്ലെങ്കിൽ ഷോൾഡറിൻ്റെ അവിടെ നിങ്ങളുടെ ഇഷ്ടം പോലെ. അപ്പോൾ ഒരു സ്റ്റെപ്പ് ബാക്കിലേക്ക് ഇങ്ങനെ എടുക്കുക, എന്നിട്ട് 1 and 2. അതാദ്യം കൈ കാണിച്ചു തരാം. കൈ ഇതുപോലെ സ്ട്രെയിറ്റ് ആക്കി വെക്കുക, എന്നിട്ട് സ്ലൈറ്റ്ലി എൽബോസ് ബെൻഡ് ചെയ്യുക, എന്നിട്ട് മുദ്രാസ് ഇതുപോലെ ചേഞ്ച് ആവും. കണ്ടില്ലേ? 1 2. ഇനി കാല് ഒന്ന് ജമ്പ് ചെയ്യുക, ലെഫ്റ്റ് ഫ്രണ്ടിൽ വെക്കുക, ജമ്പ് ചെയ്യുക, റൈറ്റ് ഫ്രണ്ടിൽ വെക്കുക. ഓക്കെ, 1 and 2. പിന്നെ ഇത് ചെയ്യുമ്പോൾ നമ്മളുടെ ബോഡി സെയിം സൈഡിലേക്ക് വേണം കേട്ടോ ടിൽറ്റ് ചെയ്യാൻ, ഓപ്പോസിറ്റ് സൈഡിലേക്ക് ആവരുത്. ഓക്കെ, സെയിം സൈഡിലേക്ക്. 1 and 2. ആകാശം തൊട്ടൊന്നും കൂടി ചെയ്യാം കേട്ടോ. 1 2 3 4. ഒന്നും കൂടി ചെയ്ത് നോക്കാം കേട്ടോ. 5 6 7 8. 1 2 3 4. നെക്സ്റ്റ് സ്റ്റെപ്പ് ആ സെയിം പൊസിഷനിൽ നിന്നിട്ട് 5 6. കണ്ടോ, കൈ ഇവിടുന്ന് ലെഫ്റ്റ് മുകളിലോട്ട് പോവും. ഓക്കെ, ഇതുപോലെ. ഓക്കെ, അപ്പോൾ കാല് ഇങ്ങനെ ഇരിക്കുന്ന കാല് നമ്മളൊരു സ്റ്റെപ്പ് അങ്ങോട്ട് എടുത്തിട്ട് ആ ഹീൽസ് പൊന്തിച്ച് വെക്കുക റൈറ്റിൻ്റെ. ഓക്കെ, ഇതുപോലെ. എന്നിട്ട് ടേൺ ചെയ്യുക. ഒന്നുകൂടി കാണിക്കാം കേട്ടോ. 1 2 കഴിഞ്ഞിട്ട് ഇവിടുന്ന് നമ്മൾ 3 4. കണ്ടില്ലേ? കൈ അങ്ങനെ പോവും. എന്നിട്ട് ടേൺ ചെയ്യുക. ടേൺ ചെയ്യുന്നത് ഇതുപോലെ നമ്മൾ നേരത്തെ ഒരു ടേണിങ് ചെയ്തില്ലേ, ആ സെയിം ആണ്. ഇതുപോലെ ടേൺ ചെയ്യുക, എന്നിട്ട് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് വരാം. നെക്സ്റ്റ് സ്റ്റെപ്പ് 1 2. ഓക്കെ, 1
ആൻഡ് 2. ഒന്നിരിക്കുക എന്നിട്ട് നിൽക്കുക. ഓക്കെ, ലെഗ് പോയിൻറ്റഡ് ആക്കി വെക്കണം. പുറത്തോട്ട് പോകുന്ന ലെഗ് കേട്ടോ പോയിൻറ്റഡ് ആക്കേണ്ടത്. ഓക്കെ, 1 2. ചെറുതായിട്ടൊന്ന് ബോഡി ഇതാ ഇതുപോലെ ഇങ്ങനെ സ്വേ അതുപോലെ ചെയ്തോളൂ. കണ്ടില്ലേ, ഇതാ ഇതുപോലെ. ഓക്കെ, കൈ 1 2. ഓക്കെ, 1 2 1 ആൻഡ് 2 കിട്ടിയില്ലേ. എന്നിട്ട് 3 4. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ലെഗ് സെയിം തന്നെയാണ്. കണ്ടില്ലേ, ലെഗ് സെയിമാണ്. 3 4. കണ്ട, ബോഡി ടിൽറ്റ് ചെയ്യുന്നതും കൈ എടുക്കുന്നതും മാത്രം ഡിഫറൻസ് ഉള്ളൂ. അപ്പർ ബോഡി എങ്ങനെ ഇരിക്കുന്നതെന്ന് കാണിക്കാനായിട്ട് മുടി കെട്ടുന്ന. ഓക്കെ, ഇതാ നോക്കിക്കോ. അതെ, 3 4. കണ്ടില്ലേ, 3 4. ഒന്നും കൂടി നമുക്ക് ചെയ്യാം കേട്ടോ. 5 6 7 8. 1 2 3 4 5. ഇതാ അതെങ്ങനെയാണെന്ന് വെച്ചാൽ കാല് സെയിമാണ്. കണ്ടോ, കാല് സെയിമാണ്. കാലെല്ലാത്തിൻ്റെയും സെയിമാണ്. എന്നിട്ട് ലാസ്റ്റ് ഇതാ നമ്മൾ ഈ ഒരു പോസിൽ നിൽക്കുമെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് കൈ ഫുള്ളായിട്ട് ഇങ്ങനെ നീട്ടി വെക്കരുത്. ചെറുതായിട്ട് എൽബോ ബെൻഡ് ചെയ്ത് വെക്കുക. കണ്ടില്ലേ, എന്നിട്ട് താഴേന്ന് ഇതാ ഇങ്ങനെ എടുക്കണം. ഓക്കെ, 1 2 3 4 5. കിട്ടിയില്ലേ. ഒന്നുകൂടി ചെയ്യാം. 1 2 3 4 5. നമുക്കിനിതാ ഇവിടുന്ന് സ്റ്റാർട്ടിങ് തൊട്ട് ചെയ്യാം കേട്ടോ. 5 6 7 8. 1 2 3 4. 1 2 3 1 2 3 1 2 3 4 5 6 7 8. 1 2 3 4 5 6 7 8. 1 2 3 4 5 6 7 8. 1 2 3 4 5 6 7 8. ഇതാ ബാക്കി ഈ ഭാഗം നമ്മൾ നെക്സ്റ്റ് പാർട്ടിലാണ് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യുന്നത് ഒരുമിച്ച് എഡിറ്റ് ചെയ്യാനൊക്കെ പാടായതാണ് കേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇത് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഷോർട്സിൽ ഞാൻ ഓൾറെഡി സ്ലോ ആയിട്ടുള്ളത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നോക്കി പ്രാക്ടീസ് ചെയ്തോളൂ. ഇതിൽ ചെയ്തത് കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരുന്നതുകൊണ്ടാണ് വീഡിയോ ബ്ലോക്കായി പോന്നു. ഓക്കെ, അതുകൊണ്ടാണ് കേട്ടോ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത്. അപ്പോൾ അത് കണ്ട് പ്രാക്ടീസ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ വേഗം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.